ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു പ്രപ്പോസൽസ്. അപ്പം അതിൽ ഒരെണ്ണം ഇപ്പം എന്തായാലും ഇങ്ങനെ നിൽപ്പുണ്ട്. രേണു കുഞ്ഞുങ്ങളെ നോക്കാം, രേണുവിനെ ഇഷ്ടമാണ്, ഒന്നെങ്കിൽ നടക്കത്തില്ലേ എന്ന് ഇരിക്കുകയാണ്. തകർന്നു പോയി കഴിഞ്ഞാൽ പോയതാണ്. ഇനി ഒന്ന് തിരിച്ചു വരവ് എന്റെ ജന്മത്തിൽ നടക്കൂല. ഇത് പേഴ്സണലി എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു എനിക്ക് അവനെ ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി, നമ്മള് എല്ലാരും പ്രേക്ഷകർ ഒന്നടങ്കം വിചാരിച്ചിരുന്നത് അനീഷേട്ടനാണ് വിന്നർ എന്ന് പ്രേക്ഷകരെല്ലാരും പറയുന്നുണ്ട്. അനീഷ എന്നായിരുന്നു വിന്നർ. അപ്പൊ അത് കഴിഞ്ഞിറങ്ങി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വിന്നർ ആയപ്പോ ചേച്ചിക്ക് വിഷമം തോന്നിയിരുന്നോ? വിഷമം തോന്നില്ല. പിന്നെ അനീഷ നമ്മള് എന്ത് പേഴ്സണലി എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു എനിക്ക് അവനെ ഇഷ്ടമാണ്. ഇഷ്ടത്തിന് തന്നെ പല അർത്ഥങ്ങളുണ്ടല്ലോ. എന്തായാലും ഒരു നല്ല രീതിയിലുള്ള ഇഷ്ടമാണ് അനീഷിനോട് എനിക്ക്. അത് അനീഷിനോട് ഞാൻ അയാളുടെ അടുത്ത് നേരിട്ട് പറയുകയും ചെയ്തു. പിന്നാലെ കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു അടിപൊളി പേഴ്സണാണ്. അപ്പം സങ്കടമൊന്നും തോന്നിയില്ല. അനുമോള് സൂചിച്ചാണ്ട പെങ്ങളല്ലേ, പെങ്ങൾ കുട്ടിയെന്നാണ് സൂചിച്ചാണ്ട വിളിച്ചത്. ആ കുട്ടിക്ക് കിട്ടിയത് നമ്മൾ എന്തിനാ സങ്കടപ്പെടണം? സന്തോഷം മാത്രം. അനുമോൾക്ക് സമ്മാനം കിട്ടിയപ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റൻസ് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മുഖത്തൊരു സന്തോഷമില്ലായ്മ ഉണ്ടായിരുന്നു. എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യം അതായിരുന്നു. 1-2 പേര് മാത്രമായിരുന്നു സന്തോഷിച്ച് ചാടി എണീറ്റത്. ബാക്കി എല്ലാവരും ഒരു എക്സ്പെക്ട് ചെയ്യാത്തൊരു വിന്നറിനെ പോലെ ഇരിക്കുമായിരുന്നു. ചേച്ചിയും അതുപോലൊരു ഇതിലായിരുന്നു. ഞാൻ കൈയടിച്ചല്ലോ, നമ്മൾ ഹാപ്പി. ഞാൻ പറഞ്ഞില്ലേ, എന്ത് കിട്ടിയാലും നമുക്ക് അവർക്ക് കിട്ടിയല്ലോ. നമ്മൾ എന്തായാലും വർക്കൗട്ടായി വന്ന അപ്പൊ ഏതായാലും ഒരാൾക്ക് കിട്ടണമല്ലോ, നല്ലൊരു ഗെയിമറിന് കിട്ടും. ജനങ്ങളല്ലേ തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും ഞാൻ കൈയടിച്ചു. ആണ്. ഓക്കെ, ചേച്ചിയുടെ നെക്സ്റ്റ് പ്ലാനൊക്കെ ഇനി എന്താ? ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ദിവസം ഒരു ദുബായില് നമ്മുടെ റോസിന്റെ ഒരു ഇനോഗ്രേഷൻ ഉണ്ട്. അതിന് ക്ഷണിച്ചിട്ടുണ്ട്, പോണം. പിന്നെ കുറച്ച് ആൽബങ്ങളും എന്റേതായിട്ടുള്ള ലോകം, ചെറിയ ലോകം. ആൽബം, ഷോർട്ട് ഫിലിം, ആൽബം, റീൽസ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് 1-2 ഇന്റർവ്യൂസ്. ഇടയ്ക്ക് ഒരു ഗോസിപ്പാണോ എന്താണെന്നറിയില്ല, ചെറുതായിട്ടൊന്ന് കേട്ടതാ, വീണ്ടും ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നു എന്നുള്ള കാര്യം ആണോ? ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു പ്രപ്പോസൽസ്. അപ്പം അതില് ഒരെണ്ണം ഇപ്പം എന്തായാലും ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എൻ്റെ മക്കളെ എന്തായാലും നോക്കണം, അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ അംഗീകരിക്കത്തുള്ളൂ കല്യാണം ചെയ്ത്. പിന്നെ ഇപ്പം കല്യാണം കഴിക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. അവരൊരു ഇഷ്ടം വന്ന് പറഞ്ഞു, നമുക്ക് നോക്കാം, മുന്നോട്ട് നോക്കാം. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കണം. കാരണം ഇനിയൊരു എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ ഇനിയും തകർന്നു പോയി കഴിഞ്ഞാൽ പോയതാണ്. ഇനി ഒന്ന് തിരിച്ചു വരവ് എൻ്റെ ജന്മത്തിൽ നടക്കൂല. സോ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ഒന്നും പറഞ്ഞു. ഇപ്പൊ ഇങ്ങോട്ട് വന്നൊരു ആലോചന നമുക്കെല്ലാം, ഞാൻ ഓക്കെ ആണോന്ന് ചോദിച്ചാൽ ഓക്കെ അല്ല, എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുക, അങ്ങനെ പറഞ്ഞു. അങ്ങനെ അംഗീകരിക്കുന്ന ആള്. പിന്നെ അതുപോലെ സുധിച്ചേട്ടൻ, ആ ഒരു ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, പഴയ ഇപ്പൊ ആദ്യ ഭാര്യ മരിക്കുമ്പോൾ രണ്ടാമതൊരു ഭാര്യ കിട്ടുമ്പോൾ ഭർത്താവ് പറയുന്നത് നിന്റെ ആദ്യ ഭാര്യയുടെ കാര്യം പറയുമ്പോൾ ചില രണ്ടാമത്തെ അവർക്ക് അപ്പം എനിക്ക് എപ്പോഴും സുധിച്ചേട്ടൻ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എനിക്കിപ്പോൾ അദ്ദേഹത്തെ പറ്റി ഇത് തന്നെ എഴുതിയേക്കുന്നത് കൊണ്ടാണ്. അപ്പം അതൊക്കെ അംഗീകരിക്കുന്ന ഒരാളാവണം. അല്ലാതെ സൂചിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആരും, സൂചിച്ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എങ്കിൽ പോലും ചില റിലേഷനിൽ പോസസീവ്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവുമല്ലോ പൊതുവെ. സോ എന്തായാലും എന്നാ പറയണ്ടേ, കല്യാണം കഴിക്കാന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ വന്ന ഒരു ആലോചന ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് അത് പ്രൊസീഡ് ചെയ്തേക്കാം, ഒന്നും അറിയില്ല. ഈ മതിലും പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനത് വീട്ടിൽ പോലും ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരാളിങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നെ പോലെ രേണു കുഞ്ഞുങ്ങളെ നോക്കാം, രേണുവിനെ ഇഷ്ടമാണ്. പക്ഷെ ആരാ എന്താന്ന് നമുക്കത് ഇപ്പൊ പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ നടക്കത്തില്ലേ എന്ന് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം പുറത്തു വിടാത്തത്. എന്തായാലും എന്നെ നോക്കണം എന്ന് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം, എനിക്ക് ബോധ്യമാകണം. ഇത് എനിക്ക് കുറെ നാൾ സമയം എടുക്കും ബോധ്യമാകാൻ. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കെട്ടാൻ പോവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആളോടൊന്നും പറഞ്ഞിട്ടില്ല. ആളുടെ ഇഷ്ടം പറഞ്ഞു, ഞാൻ നോക്കാം ആലോചിക്കാം. അത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചേക്കും. അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്, ഫ്രണ്ട്ഷിപ്പിൽ പോകാറുണ്ട്, അല്ലാതെ മറ്റൊരു രീതിയിലും ഇല്ല. അപ്പൊ 2-3 ദിവസമായി ടാറ്റു അടിച്ചു. ടാറ്റു ഒന്ന് കാണിച്ചു തരാവോ? എന്താ അതിൽ എഴുതിയേക്കുന്നേ? നോക്ക്, സുധിച്ചേട്ടൻ സൈൻ പോലെ. സൈൻ അല്ലേ? ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകത്തില്ല. പെട്ടെന്ന് ഞാനും കുറച്ച് ടൈം കൊടുത്തു എന്താണെന്ന്. അതല്ലേ വെറൈറ്റി.
നമ്മൾ എന്താണെന്ന് പെട്ടെന്ന് നോക്കുമ്പോ മലയാളത്തിൽ സുധിച്ചേട്ടൻ എഴുതുമ്പോൾ മനസ്സിലാവും സുധിച്ചേട്ടൻ. പക്ഷെ ഇതങ്ങനല്ല, അതാണ് നിഗൂഢമായ സുധിച്ചേട്ടൻ. ഇതെന്താ പെട്ടെന്ന് 3 ദിവസം ആയുള്ളൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് ടാറ്റു അടിക്കാനുള്ള ഒരു തോന്നാൻ? പെട്ടെന്നല്ല, ചേട്ടനുള്ളപ്പോഴേ ഞാനിങ്ങനെ പറയുമായിരുന്നു ചേട്ടൻ്റെ അടുത്ത്, ചേട്ടൻ ഈ നമ്മൾ ഒരുപാട് ഓവറായിട്ട് സ്നേഹിക്കുമ്പോൾ പുള്ളി കണ്ണ് നിറയും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സുധിച്ചേട്ടനെ അറിയാവുന്ന ആർക്കും അറിയാം. സ്നേഹം കൂടുമ്പോൾ സുധിച്ചേട്ടൻ്റെ കണ്ണ് നിറയും. അപ്പൊ ഞാനിങ്ങനെ പറയും, വാവുട്ടയ്ക്ക് വേദന എടുക്കും, വേണ്ടടോ വാവുട്ട എന്നൊക്കെ. ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ചെയ്യുന്നത്. അന്ന് എനിക്ക് സാധിച്ചില്ല, പക്ഷെ ഇന്ന് എനിക്ക് സാധിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ എനിവേ ചേച്ചിയുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതവും അടിപൊളിയാവട്ടെ. അങ്ങനെയുള്ള ചേച്ചി ആഗ്രഹിക്കുന്ന പോലെ കിച്ചുവിനെ ഋതപ്പനെ നോക്കുന്ന ഒരാള് ചേച്ചിയുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് വന്നാ സന്തോഷം, ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളും പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്പും ഇനോഗ്രേഷനും അങ്ങനെ ഒരുപാടായിട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. ഇനിയും വളരേണ്ട അങ്ങേയറ്റം വളരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം ചേച്ചി ഇത്ര നേരം സംസാരിച്ചത്. താങ്ക് യു.